ഹലോ ഗായ്സ്, BAO മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ ഇന്ന് എന്തുവാ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു പേപ്പർ പ്ലേ അല്ല, ആണ് നമ്മുടെ ഐറ്റം RC പേപ്പർ പ്ലേ. അപ്പോൾ ഇതെങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാമെന്നോട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകും. ഫസ്റ്റ് തന്നെ നമുക്ക് പേപ്പർ പ്ലെയിൻ ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു നോർമൽ A4 സൈസ് പേപ്പർ എടുക്കുക. അതിന് നമ്മളതിനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് സിമെട്രിക് ആയിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. അത് ഓപ്പൺ ചെയ്തിട്ട് ആ നോർമൽ പേപ്പർ പ്ലെയിനൊക്കെ മടക്കുന്ന പോലെ തന്നെ നമ്മൾ ആ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കോർണർ എടുത്തിട്ട് നമ്മൾ ആ ടോപ്പ് എഡ്ജുമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പുറം ഇപ്പുറം ഫോൾഡ് ചെയ്യുന്നുണ്ട്, ആ രണ്ടും സ്ട്രെയിറ്റ് പാരലായിരിക്കണം. ഈ ബോട്ടം എഡ്ജും അതുപോലെ തന്നെ ടോപ്പ് എഡ്ജുമായിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതും അപ്പുറം ഇപ്പുറം ചെയ്യണം. പിന്നെ നമ്മൾ ടോപ്പിലെ ആ കോർണറിൽ നിന്ന് താഴോട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ നോർമൽ പേപ്പർ പ്ലെയിനൊക്കെ മടക്കുന്ന പോലെ തന്നെ ഒന്നുകൂടെ ഇതുപോലെ മടക്കിയെടുക്കാം. ഇനി ഇതൊന്നും വിട്ടുപോയിരിക്കാൻ വേണ്ടി നമ്മൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഈ പോർഷനിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലെയിൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ബാക്കിലോട്ട് പ്ലെയിനെ മടക്കിയെടുക്കാം. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള ഡയമെൻഷൻസ് വേണം. ഈ താഴത്തെ പോർഷന് 3.5 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ടോപ്പ് പോർഷൻ 1.8 സെൻറ്റിമീറ്ററും വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ആ രണ്ട് ലൈനെ കൂടെ നമുക്കിങ്ങനെ അപ്പുറം ഇപ്പുറം ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ എഡ്ജ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചേക്കാം. അത് ലിഫ്റ്റ് കൂട്ടാനും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിക്കും വേണ്ടിയാണ്. ഇനി അടുത്ത് നമുക്ക് 2 എലിവേറ്റർ കട്ട് ചെയ്യാനുണ്ട്. 2 എലിവേറ്റർ നമ്മൾ ഇങ്ങനെ ഹാഫായിട്ട് മടക്കിയിട്ട് തന്നെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. കാരണം 2 ഈക്വൽ ആവാൻ വേണ്ടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. സോ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിങ്ങനെ പൊക്കി വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്ലെയിൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്രെയിം ബിൽഡ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പോപ്സിക്കിൾ സ്റ്റിക്കാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ 7.5 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ സെൻറ്ററും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏത് ചിപ്പാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ESP32, C3 ഉപയോഗിക്കാം, S3 ഉപയോഗിക്കാം, S2 ഉപയോഗിക്കാം. ഏത് ചിപ്പും എല്ലാ ചിപ്പും സപ്പോർട്ടാണ്. നമ്മളിവിടെ വീഡിയോയ്ക്ക് വേണ്ടി C3 ആണ് ഉപയോഗിക്കുന്നത്. സോ അതിനനുസരിച്ച് ജസ്റ്റ് ഇങ്ങനെ അത് വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് അറിയാൻ വേണ്ടി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ കുറച്ചേറെ പോർഷൻ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ നമ്മൾ ഓരോ ഗ്രാമും നമുക്ക് വിലപ്പെട്ടതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ എക്സസ് ആയിട്ടുള്ള എല്ലാം നമ്മൾ കട്ട് ചെയ്തും സാൻഡ് ചെയ്തും കളയുന്നത്. ഇനി നമുക്ക് മോട്ടർ മൗണ്ട് ചെയ്തെടുക്കാം. മോട്ടർ മൗണ്ട് ചെയ്യുന്ന മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് പറഞ്ഞാൽ 650 കോർഡ്ലെസ് മോട്ടേഴ്സാണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ 31 mm 2 ബ്ലേഡഡ് പ്രൊപ്പല്ലേഴ്സാണ്. ആക്ച്വലി ഇതൊരു 4 ബ്ലേഡഡ് പ്രൊപ്പല്ലർ ആയിരുന്നു. ഞാൻ എഫിഷ്യൻസിക്ക് വേണ്ടിയും അതുപോലെ കറൻറ്റിൻ്റെ ഡ്രോ കുറയ്ക്കാൻ വേണ്ടിയും നമ്മൾ 2 അതിനകത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പേപ്പർ പ്ലെയിൻ്റെ വെയിറ്റ് 18 ഗ്രാമിൻ്റെ മേളിലാണെങ്കിൽ നിങ്ങൾ ഈ പ്രൊപ്പല്ലർ യൂസ് ചെയ്യലും. കാരണം ഇതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 20 ഗ്രാം ത്രസ്റ്റ് മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, 2 പ്രൊപ്പല്ലറും കൂടെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൊപ്പല്ലർ ഈ കാണിക്കുന്ന പോലെ 4 ബ്ലേഡഡ് പ്രൊപ്പല്ലർ വേണം യൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ 45 mm ഈ പ്രൊപ്പല്ലർ യൂസ് ചെയ്ത് നോക്കാം. സോ അത് നിങ്ങൾ ഒന്നറിഞ്ഞിരിക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ 2 എൻഡിലായിരിക്കും നമ്മൾ മോട്ടർ മൗണ്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിങ്ങനെ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചായിരിക്കും മൗണ്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ മൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ റീഇൻഫോഴ്സ്മെൻറ്റ് വേണ്ടി നമ്മളിങ്ങനെ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് ശേഷം ഗ്ലൂ കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഫ്രെയിമും കൂടെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും പോപ്സിക്കിൾ സ്റ്റിക്ക് എടുക്കുക. അതുപോലെ ഇങ്ങനെ കുറച്ച് മാർക്കിങ് ചെയ്തു. ഒരെണ്ണം 5 സെൻറ്റിമീറ്ററിന് ഒരെണ്ണം 3.5 സെൻറ്റിമീറ്ററാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന മാർക്കിംഗ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ള പോർഷനാണ്. സോ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. സോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഇത്രയും പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോട്ടർ മൗണ്ടിലോട്ട് ഇതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് 3.5 സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു പോപ്സിക്കിൾ സ്റ്റിക്ക് എടുത്തായിരിക്കും
നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഫിക്സ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് പറഞ്ഞാൽ ചെറിയ ഗ്യാപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് വിടണം. കാരണം നമുക്ക് പ്ലെയിനെ ഫിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഗ്യാപ്പ് വിട്ടിരിക്കുന്നത്. പിന്നെ ബാക്കി നമുക്ക് ആ വിങ് സപ്പോർട്ടിന് വേണ്ടി ഇതുപോലെ നമുക്ക് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രെയിമിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ കാണുന്ന സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ടായിരിക്കും നമ്മളിത് ബിൽഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് കസ്റ്റം മോട്ടോർ ഡ്രൈവർ സെറ്റ് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് മോസ്ഫെറ്റ് റെസിസ്റ്റർ ഡയോഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ എല്ലാം കമ്പോണൻസിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി മോട്ടോർ ഡ്രൈവറിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അതിനെക്കുറിച്ച് അറിയാം. നമ്മൾ 2 മോട്ടോർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് 2 മോട്ടോർ ഡ്രൈവർ വേണം. സോ ഇതുപോലെ നമ്മൾ 2 മോട്ടോർ ഡ്രൈവർ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ സാൻഡ് ചെയ്ത് കുറച്ച് പോർഷൻ കളയുന്നുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി. നമുക്ക് മോട്ടോർ ഡ്രൈവറിലോട്ട് ഇനി കണക്ഷൻ സോൾഡർ ചെയ്തെടുക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന 3 വയേഴ്സാണ്. VCC, ഗ്രൗണ്ട്, അതുപോലെ തന്നെ സിഗ്നൽ വയേഴ്സാണ്. ഇതുപോലെ നമ്മൾ സോൾഡർ ചെയ്തെടുക്കേണ്ടതാണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ESP32 C3 ബോർഡാണ്. സോ അതുകൊണ്ട് തന്നെ ഡെഡിക്കേറ്റഡ് ബാറ്ററി പോർട്ടുണ്ട്. സോ അതിലോട്ട് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ JST കണക്ടർ ഉപയോഗിച്ചാണ് നമ്മൾ ബാറ്ററിയിലോട്ടുള്ള കണക്ഷൻ കണക്ട് ചെയ്യുന്നത്. ഇനി ഈ സെയിം കണക്ഷനിൽ തന്നെ ആയിരിക്കും നമ്മുടെ മോട്ടറിൻ്റെ VCC ഗ്രൗണ്ടിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതുപോലെ നമുക്ക് 2 മോട്ടോർ ഡ്രൈവറിൻ്റെ കണക്ഷൻസ് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. മോട്ടോർ ഡ്രൈവറിൻ്റെ സിഗ്നൽ വയേഴ്സ് കണക്ട് ചെയ്തെടുക്കാം. കണക്ട് ചെയ്തെടുക്കുന്ന മുമ്പ് നിങ്ങളൊരു കാര്യം മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ലെഫ്റ്റ് മോട്ടോർ ഡ്രൈവർ എപ്പോഴും പിൻ നമ്പർ 3 മാത്രമേ കണക്ട് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ റൈറ്റ് മോട്ടോർ ഡ്രൈവർ എപ്പോഴും പിൻ നമ്പർ 4 മാത്രമേ കണക്ട് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പിന്ന് മാറ്റാൻ പറ്റും. നിങ്ങൾ ഈ ലൈൻ ഓഫ് കോഡിൻ്റെ അകത്ത് ജസ്റ്റ് ആ പിൻ നമ്പർ 3ക്ക് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പിന്ന് സെറ്റ് ചെയ്താൽ മതി. 3ഉം 4നും പകരം. നമുക്ക് ഈ പേപ്പർ പ്ലെയിൻ ഈസി ആയിട്ട് ഫ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൈറോ സെൻസർ കൂടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് 4 പിൻസ് മാത്രമേ ആവശ്യമുള്ളൂ. VCC, ഗ്രൗണ്ട്, SDA, SCL. ഇതിനകത്ത് SDA കണക്ട് ചെയ്യുന്ന പിൻ നമ്പർ 9ലും SCL കണക്ട് ചെയ്യുന്ന പിൻ നമ്പർ 10ലും ആയിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്നിലോട്ട് മാറ്റാം. അതിനുവേണ്ടി ഈ ലൈൻ ഓഫ് കോഡ് wire.begins എന്ന് പറഞ്ഞ് ഈ ലൈൻ ഓഫ് കോഡിൻ്റെ അകത്ത് ആ 9ഉം 10നും പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിൻ നമ്പർ കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഈ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഗൈറോയും നമ്മുടെ ESPയുമായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സോ അതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് മോട്ടറും കൂടെ നമ്മൾ മോട്ടർ ഡ്രൈവറിലോട്ട് കണക്ട് ചെയ്യാം. ഒരു കാര്യം അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ ഒരു സൈഡ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറു സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 mAh ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 150 യൂസ് ചെയ്യാം. നമ്മൾ ഫ്രെയിമിലോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ബാറ്ററി ഫസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് C3യും കൂടെ അതിൻ്റെ മണ്ടക്കോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ പേപ്പർ പ്ലെയിൻ നമ്മുടെ ഫ്രെയിമായിട്ട് അറ്റാച്ച് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് പേപ്പർ പ്ലെയിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. സോ ഇത് കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യൽ ഒരു പർട്ടിക്കുലർ പൊസിഷൻ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ബാലൻസ് ചെയ്തിങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. സോ അതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സോ അത് മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ആയിരിക്കണം നമ്മുടെ ഫ്രെയിം ഫിക്സ് ചെയ്യേണ്ടത്. നമ്മൾ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചായിരിക്കും നമ്മളത് സെക്യൂർ ചെയ്ത് വെക്കേണ്ടത്. സോ ഇതുപോലെ നമ്മൾ അതിനെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ റീഇൻഫോഴ്സ്മെൻറ്റിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു ഈർക്കിലെടുത്തിട്ട് നമ്മൾ ഈ പ്ലെയിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് 2 എൻഡിലും ഇങ്ങനെ ഫിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ESP32 PC കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഗൈറോ സെൻസറിൻ്റെ ലൈറ്റ് കത്തും. അതിനുശേഷം നമ്മൾ PCക്കകത്ത് Arduino IDE ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ടൂൾസ് എടുക്കുക. ടൂൾസിൽ നിന്ന് മാനേജ് ലൈബ്രറി ക്ലിക്ക് ചെയ്യുക. മാനേജ് ലൈബ്രറി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു സെർച്ച് ബാർ ഉണ്ട്. അവിടെ നിങ്ങൾ റിമോട്ട് XY എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ലൈബ്രറി കാണാം. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ആ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ
നമ്മുടെ പ്രോഗ്രാം എറർ വരും. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാം ഫ്ലാഷ് ചെയ്യാം. ഫ്ലാഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്ലാഷ് ചെയ്ത് സ്റ്റാർട്ട് ആകും. കുറച്ച് കഴിയുമ്പോൾ ഫ്ലാഷ് കംപ്ലീറ്റ് ആകും. കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾ സീരിയൽ മോണിറ്ററിൽ പോയിട്ട് ഇങ്ങനെ നോക്കുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും MBU 6050 കണക്റ്റഡ് ആണ്. ഇങ്ങനെ മെസ്സേജ് വന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ നിങ്ങളുടെ കണക്ഷന് എന്തോ പ്രോബ്ലം ഉണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റിമോട്ട് എക്സോ എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എംപ്റ്റി സ്പേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ബാറ്ററി കണക്ട് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പം അടുത്ത് ബ്ലൂടൂത്ത് എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് BLE എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിവൈസ് കാണാൻ പറ്റും. അടുത്ത് നമ്മുടെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ DIY മലയാളം എന്ന് പറഞ്ഞ RC എന്ന് പറഞ്ഞ ഇത്, അതേ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കണക്റ്റ് ആവും. കണക്റ്റ് ആയിട്ട് ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. നമുക്ക് ഇതിനകത്തൊരു ത്രോട്ടിൽ സ്ലൈഡറും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റും റൈറ്റും തിരിക്കാൻ വേണ്ടി ഒരു ജോയിസ്റ്റിക്കും ഉണ്ട്. നിങ്ങളിപ്പോൾ ത്രോട്ടിൽ ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ RC പ്ലേ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ ഗൈറോ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് കുറച്ച് ത്രോട്ടിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പ്ലെയിനെ ലെഫ്റ്റോട്ടും റൈറ്റിലോട്ടും മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും വേരിയബിളായിട്ട്. അത് നമ്മുടെ മോട്ടർ ബാലൻസ് ചെയ്യാൻ നോക്കുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു പ്ലേ ഒന്ന് പറത്തി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്കിംഗ് വരുന്നത് ഈസിയാണ്. ഫുൾ ത്രോട്ടിൽ കൊടുക്കുക, നേരെ ഒന്ന് എറിഞ്ഞു കൊടുക്കുക. അതുമാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ. പിന്നെ ഇവിടെ ചെറിയ കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ഒരു പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഡിഫ്ലക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പറത്തി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായം കമൻറ്റിൽ പറയാം. നമ്മൾ ഈ പ്ലെയിൻ ഈ ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഇതൊന്ന് എറിയാൻ പോവാണ്. ത്രോട്ടിൽ കൊടുത്തു തുടങ്ങി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.